ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൊട്ടൻഷ്യൽ ഡിഫറെൻറ്റ് ബോഡീസിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. റിങ് നോക്കി, സ്ഫിയർ നോക്കി, ഹോളോ സ്ഫിയർ നോക്കി. അപ്പോൾ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം എ സോളിഡ് സ്ഫിയർ ഓഫ് മാസ് ക്യാപിറ്റൽ M ആൻഡ് റേഡിയസ് ക്യാപിറ്റൽ R, എ സ്ഫെറിക്കൽ പോർഷൻ ഓഫ് റേഡിയസ് R/2 ഈസ് റിമൂവ്ഡ്. Taking gravitational potential V equal to 0 at R equal to infinity, the potential at the center of the cavity. അപ്പോൾ ഒരു വലിയ സ്ഫിയർ ഉണ്ടായിരുന്നു, ആ സ്ഫിയറിന് ഒരു ചെറിയ സ്ഫിയർ നമ്മൾ മുറിച്ചു മാറ്റി. അങ്ങനെയാകുമ്പോൾ ഇതൊരു ക്യാവിറ്റിയാണ്, റെഡിൽ കാണുന്നത് ക്യാവിറ്റിയാണ്. അതിൻ്റെ സെൻറ്റർ ഇവിടെ, അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, നമുക്കറിയാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നേരെ തിരിച്ചെടുത്തു. ഒരു കുഞ്ഞ് സ്ഫിയറും ഈ ക്യാവിറ്റിയും, ഒരു ചെറിയ സ്ഫിയറും ഈ ക്യാവിറ്റിയും കൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ സ്ഫിയർ കിട്ടും. ശരിക്കും നമ്മൾ എന്ത് ചെയ്ത് ഒരു വലിയ സ്ഫിയറിൽ നിന്ന് ഒരു ചെറിയ സ്ഫിയർ മുറിച്ചു മാറ്റിയിട്ട് ഒരു ക്യാവിറ്റി കിട്ടി. തിരിച്ചു പറയുകയാണെങ്കിലോ, ഈ ക്യാവിറ്റിയും ഈ സ്ഫിയറും ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ സ്ഫിയർ കിട്ടും. ദെൻ പൊട്ടൻഷ്യൽ അറ്റ് O ഡ്യൂ ടു ബിഗ് സ്ഫിയർ, ഒരു വലിയ സ്ഫിയർ മുറിച്ച് മാറ്റുന്നതിൻ്റെ മുന്നേ ഉള്ള സ്ഫിയറിൻ്റെ ഇത് സെൻറ്ററാണ്, ഇവിടെയാണ് നമ്മൾ O. ഈ പോയിന്റിലാണ് പൊട്ടൻഷ്യൽ. അപ്പോൾ വലിയ സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ അറ്റ് O എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം? ഒന്നാമത്തെ പാർട്ടിക്കിൾ ഈ സ്ഫിയറും രണ്ടാമത്തെ പാർട്ടിക്കിൾ നമുക്ക് എന്തായിരിക്കും എടുക്കാം? ക്യാവിറ്റിയും. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ക്യാവിറ്റി പ്ലസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു സ്മോൾ സ്ഫിയർ. അപ്പോൾ സ്മോൾ സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ അറ്റ് O പ്ലസ് ക്യാവിറ്റിയുടെ പൊട്ടൻഷ്യൽ അറ്റ് O is equal to potential of big sphere at the point O. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താ? ക്യാവിറ്റിയുടെ അല്ലേ. ദെൻ വി സി ഈക്വൽ ടു നമുക്കറിയാം എന്താണ്? VO മൈനസ് VS. ഇനി നമുക്ക് സോളിഡ് സ്ഫിയറിൻ്റെ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പുറത്താണെങ്കിൽ അതൊരു പോയിന്റ് പാർട്ടിക്കിളിനെ പോലെ തന്നെ ആക്ട് ചെയ്യും. സർഫസിൽ എത്രയായിരിക്കും? ഉള്ളിലൊരു പോയിന്റില്ല. ഉള്ളിലൊരു പോയിന്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റേഡിയസ് അവിടെ എടുത്തിട്ടുണ്ടായിരുന്ന A ആയിരുന്നു അല്ലേ. വെൻ R ലെസ് ദാൻ A ആണെങ്കിൽ പൊട്ടൻഷ്യലിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? വെൻ R ലെസ് ദാൻ A ആണെങ്കിൽ മൈനസ് GM ഡിവൈഡഡ് ബൈ 2A³ ഇൻറ്റു 3A² മൈനസ് R². ഇവിടെ Aക്ക് പകരം ഇവിടെ റേഡിയസ് എത്രയാണ്? A അല്ല, R ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൊട്ടൻഷ്യൽ അറ്റ് O is equal to minus GM divided by 2R³ into 3R² minus ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? R/2. എത്രയാണ്? R/2. R/2 ഇതാ ഇവിടെ മുതൽ ഇവിടെ, ഇതാണ് സെൻറ്റർ. ഓൾറെഡി സെൻറ്റർ ഇതാണ്, P എന്നെടുത്തു. P മുതൽ ഇതുവരെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? R/2. R/2 ദ ഹോൾ സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. മൈനസ് GM ഡിവൈഡഡ് ബൈ 2R³ ഇൻറ്റു 3R² മൈനസ് R² ബൈ ദെൻ 12 മൈനസ് 1 11 മൈനസ് 11 GM ഡിവൈഡഡ് ബൈ 8R² R³ ഇൻറ്റു R² ഉണ്ട്. R² ആറും കട്ട് ചെയ്ത് പോയി, ബാക്കി കിട്ടും മൈനസ് 11 ബൈ 8 GM ഡിവൈഡഡ് ബൈ R. അപ്പോൾ വലിയ സ്ഫിയറിൻ്റെ, അതായത് ഇത് ക്യാവിറ്റി ആവുന്നതിന് മുന്നേ, അതിന് ചെറിയ സ്ഫിയർ മുറിച്ചെടുക്കുന്നതിന് മുന്നേ ആ O എന്നുള്ള പോയിന്റ് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എത്രയായിരുന്നു? മൈനസ് 11 ബൈ 8 GM ഡിവൈഡഡ് ബൈ R. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിനി VS കൂടി കിട്ടണം. VS എന്ന് പറഞ്ഞാൽ സ്മോൾ സ്ഫിയറിൻ്റെ, ആ ചെറിയ സ്ഫിയറിൻ്റെ സെൻറ്റർ ആണ് അല്ലേ. ചെറിയ സ്ഫിയറിൻ്റെ സെൻറ്റർ ആണോ? സെൻറ്ററിൽ എത്രയായിരുന്നു? ആറിന് സ്മോൾ ആറിന് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് O എത്രയായിരുന്നു? മൈനസ് 3/2 GM ഡിവൈഡഡ് ബൈ A എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ റേഡിയസ് എത്രയാണ്? R/2 ആണ്. ഇവിടുത്തെ മാസ് എത്രയാ? ഫുൾ ക്യാപിറ്റൽ M ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ സ്മോൾ സ്ഫിയറിന് മാസ് കൊടുക്കണം, അതിൻ്റെ റേഡിയസും കൊടുക്കണം. മാസ് എന്ന് പറയുന്നത് വലിയ സ്ഫിയറിൻ്റെ മാസ് ക്യാപിറ്റൽ M. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെറിയ സ്ഫിയറിൻ്റെ മാസ് എത്രയായിരിക്കും? അപ്പോൾ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. MS is equal to ഡെൻസിറ്റി ഇൻറ്റു 4/3 പൈ, റേഡിയസ് എത്രയാ? R/2 ദ ഹോൾ ക്യൂബ്. ദെൻ ഡെൻസിറ്റി എത്രയാ? ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ വോളിയം 4/3
pi r cube into 4/3 pi r cube by 4. 4 അല്ല 8. 4/3 pi r cube 4/3 pi r cube ഒക്കെ പോയി m/8. അല്ലെങ്കിൽ നമുക്കറിയാം മാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? മാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോള്യൂം അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടും? വോള്യൂം ആർ ക്യൂബിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ r/2 ആയാൽ മാസ് m/8 ആയിരിക്കും. r/2 ആണെങ്കിൽ ആർ ക്യൂബിനാണ് പ്രൊപ്പോർഷണൽ. അപ്പോൾ m എന്തായിരിക്കും? 1/2 ദ ഹോൾ ക്യൂബ്. അപ്പോൾ m/8 മാസ് കിട്ടി. ആൻഡ് റേഡിയസ് എത്രയാണ്? r/2. നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. കളർ ഒന്ന് മാറ്റുവാണേ. എത്ര കിട്ടും? vs is equal to minus 3/2 gm എത്രയാണോ ഉള്ളത്? m/8 r/2. 2 കട്ട് ചെയ്ത് പോയി. ദെൻ എത്ര കിട്ടും? minus 3 gm divided by 8 minus 3 gm divided by 8. അപ്പോൾ 2 കിട്ടി. അപ്പോൾ നമുക്ക് ഇനി ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. എത്ര കിട്ടും? എത്ര കിട്ടും? Potential of cavity is equal to minus 11/8 gm divided by r minus 3/8 gm divided by r. എത്ര കിട്ടും? minus 11/8 gm by r minus of minus plus 3/8 gm divided by r. എത്ര കിട്ടും നോക്കിയേ? 8/8 minus 8/8 gm divided by r is equal to minus gm divided by r. പോയിന്റ് പാർട്ടിക്കിളിൻ്റെ ആണല്ലേ? എന്തായിരിക്കും? മൈനസ് gm divided by r ആയിരിക്കും നമ്മളുടെ പൊട്ടൻഷ്യൽ. ഡൗട്ടില്ലല്ലോ? മൈനസ് gm divided by r ആയിരിക്കും പൊട്ടൻഷ്യൽ. ക്ലിയർ ആണല്ലോ? ഡൗട്ടില്ലല്ലോ? ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതേപോലെ തന്നെ, പക്ഷെ ഇവിടെ പൊട്ടൻഷ്യൽ അല്ല ക്വസ്റ്റ്യൻ. From a sphere of mass capital M and radius capital R, a smaller sphere of radius r/2 is curved out such that the cavity made in original sphere is between its center and the periphery, where the configuration in the figure where the distance between the center of the original sphere and the removed sphere. Center of the original sphere and the removed sphere. Here the O, ഇങ്ങനെ എന്ത് കൊടുത്തു? O dash. ഇപ്പോൾ നമ്മളുള്ള സെപ്പറേഷൻ എത്രയാണ് നമ്മളുള്ളത്? What is the separation between them and the removed sphere is 3r. ഇത് എത്രയാണ്? r ആണ്. 3r. What is the gravitational force between the sphere? ഈ രണ്ടെണ്ണം തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണ്? നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താണ്? gm1 m2 divided by r². പക്ഷേ നമുക്ക് ഇത് ഒറ്റ ബോഡിയുടെ യൂണിഫോം ബോഡിയാണ്, സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പം അറിയാം, സെൻറ്റർ ഓഫ് മാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ സെൻറ്റർ ഓഫ് മാസ് യൂസ് ചെയ്യണതിൻ്റെ മുന്നത്തെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയണത്. രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. സെൻറ്റർ ഓഫ് മാസ് യൂസ് ചെയ്യാതെ ഇത് ടോട്ടൽ ഇതിൻ്റെ മാസ് എത്രയായിരുന്നു? എം. ഈ മുറിച്ചു മാറ്റിൻ്റെ മാസ് എത്രയാ? മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. ദെൻ എം ഡാഷ് എത്രയായിരിക്കും? r/2 ദ ഹോൾ ക്യൂബ് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? m/8. ഇനി വീണ്ടും ചെയ്യേണ്ടതില്ല എന്ന് തോന്നുന്നു. ഇതിൻ്റെ എന്തായിരിക്കും? m/8. അപ്പോൾ അതിൻ്റെ മാസ് m/8 ആണെങ്കിൽ ഇത് ടോട്ടൽ മാസ് എത്രയായിരുന്നു? ക്യാപിറ്റൽ എം അല്ലേ? അപ്പോൾ അതിന് ഈ മുറിച്ചു മാറ്റിയ സാധനത്തിൻ്റെ, അപ്പോൾ ഇവിടുത്തെ മാസ് ഇനീഷ്യലി ഇവിടെ ഒരു m/8 മാസ് ഉണ്ടായിരുന്നു. അത് പോയപ്പോൾ ഞാൻ അവിടെ വെർച്വൽ മാസ് എടുത്തു -m/8. അതിവിടെ വന്നിരുന്നു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് എന്താ കിട്ടും? പഴയ പോലെ തന്നെ കിട്ടും. പക്ഷേ നമ്മളത് മുറിച്ച് മാറ്റിയതിൻ്റെ മാസ് എത്ര എടുത്തു ഞാൻ? -m/8. അപ്പോൾ നമുക്ക് അതാണ് നമ്മളൊരു പുതിയ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇത് ടോട്ടൽ മാസ് എന്തായിരുന്നു? എം ആണ്. ടോട്ടൽ ഈ ബോഡിയുടെ മാസ് എം ആണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു ഭാഗത്തിൻ്റെ മാസ് എത്രയാണ് നമ്മൾ എടുക്കുന്നത്? ശരിക്കും ഫുൾ മാസ് വേണോ? ഈ ഒരു ബോഡി മൊത്തം എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിന് ഇത് കുറച്ചതേ നമുക്ക് എടുക്കുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. അത് നമ്മൾ അത് ചൂസ് ചെയ്യാണ്ട് തന്നെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ക്യാവിറ്റി മുറിച്ചു മാറ്റിയ ക്യാവിറ്റിയുടെ മാസ് നമ്മൾ എന്തെടുക്കും? -m/8. ഈ വലിയ ബോഡിയുടെയോ മാസോ? എം.
ഇപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കാം. ഫോഴ്സ് F is equal to G, ആ ടോട്ടൽ ബോഡി, ഈ ഫുൾ ബോഡി മാസ് എത്രയാണ്? GM ഇൻറ്റു അടുത്ത മാസം എത്രയായിരിക്കും? M/8 ഡിവൈഡഡ് ബൈ 3R the whole square പ്ലസ് G ഇൻറ്റു രണ്ടാമത്തെ ബോഡി ഏതാ? -M/8. ഇതാണ് രണ്ടാമത്തെ ബോഡി, ഏതാണ്? -M/8 ഇൻറ്റു M/8 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ സെൻറ്ററിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാ? 3R മൈനസ് R/2. തേർഡും 5R/2. 5R/2 the whole square. ഇതാണ് ഫോഴ്സ് വരിക. ഒരു പുതിയൊരു കുഞ്ഞ് കൺസെപ്റ്റാണ് യൂസ് ചെയ്തത്. നമ്മളൊരു മാസം മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി? ഫുൾ ബോഡി നമുക്ക് എടുക്കാം. എന്നിട്ട് ആ രണ്ടാമത്തെ ബോഡിയായിട്ട് നെഗറ്റീവ് മാസ്, വെർച്വൽ മാസ് കൂടി എടുത്താൽ മതി. മാസം നെഗറ്റീവ് ആവില്ല എന്ന് നമുക്കറിയാം, പക്ഷെ നമ്മൾ വെർച്വൽ മാസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആൻസർ നോക്കിയേ. GM² ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 9R² മൈനസ് GM² ഡിവൈഡഡ് ബൈ 64 ഇൻറ്റു 5R² ബൈ 25R²/4. സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കാം. 8 വേണമെങ്കിൽ നമുക്ക് എന്തെടുക്കാം? കോമൺ ആയിട്ട് എടുക്കാം. GM² ഡിവൈഡഡ് ബൈ 8 കോമൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്താണ്? 8 തന്നെ. 8R² കോമൺ ആക്കി എടുത്തു. ബാക്കി എന്താവും? 1/9 മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 ആണുള്ളത്. അപ്പം നമുക്കിവിടെ 4 എഴുതണം. 8 ഇൻറ്റു 25 കട്ട് ചെയ്ത് കഴിഞ്ഞു 2. ദെൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. GM² ഡിവൈഡഡ് ബൈ 8R² ഇൻറ്റു 250 മൈനസ് 9 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 50. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 41 GM² ഡിവൈഡഡ് ബൈ 3600 R². 41 GM² ഡിവൈഡഡ് ബൈ 3600 R². ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ മെത്തേഡ്, ഇതാണ് നമ്മൾ ജനറലായിട്ട് യൂസ് ചെയ്യാറുള്ള ഒരു മെത്തേഡ്. ഇതല്ലാതെ നമുക്ക് വീണ്ടും വേറൊരു മെത്തേഡ് കൂടി ചെയ്യാം. അത് നിങ്ങളുടെ സെൻറ്റർ ഓഫ് മാസ് കൺസെപ്റ്റാണ്. നമുക്ക് ഓൾറെഡി അറിയാം. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു. ഇതിങ്ങനെ മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഇനീഷ്യലി സെൻറ്റർ ഓഫ് മാസ് ഇവിടെ ആയിരിക്കും. അത് കുറച്ച് മാസ് കൂടുതലുള്ള ഭാഗത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. O'. ഈ ഡിസ്റ്റൻസ് എക്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എങ്ങനെയാണ്? സെൻറ്റർ ഓഫ് മാസ് ഒറിജിൻ ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒന്നാമത്തെ ബോഡി എന്നും ഇതിനെ രണ്ടാമത്തെ ബോഡി എന്നും എടുക്കും. അപ്പോൾ R1 എത്രയായിരിക്കും? R/2. R2 എത്രയായിരിക്കും? X. നമുക്ക് എന്താ കിട്ടും? ആ സെൻറ്റർ ഓഫ് മാസ് ഒറിജിൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എന്തായിരിക്കും? 0 ഈക്വൽ ടു M1 ഇൻറ്റു R1. R1 എത്ര? M1 R1 പ്ലസ് ഞാൻ അങ്ങനത്തെ എഴുതി M2 R2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. അങ്ങനെയാണെങ്കിൽ M1 R1 ഈക്വൽ ടു മൈനസ് M2 R2 അല്ലേ? M1 എത്രയാ? ചെറുതിൻ്റെ മാസ് എത്രയാ? M/8. R1 എത്രയാ? R/2 ഈക്വൽ ടു മൈനസ് M2 എത്രയാ? 7/8 M. R2 എത്രയാണ്? X ആണ് കിട്ടേണ്ടത്. 8 കട്ട് ചെയ്ത് പോയി. M കട്ട് ചെയ്ത് പോയി. ദെൻ X ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? മൈനസ് R/40. X എത്ര ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടായിരിക്കും? R/14 അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലാണ് ഫുൾ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പോയിന്റ് മാസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൂടെ? പോയിന്റ് ഒബ്ജക്റ്റിന് മാത്രമേ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് അപ്ലൈ ചെയ്യാം. F is equal to, ഇതാണ് നമ്മളെ പുതിയ സെൻറ്റർ ഓഫ് മാസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാ? സെൻറ്റർ വരെ 3R ആണ്. അപ്പോൾ എന്ത് കിട്ടണം? 3R പ്ലസ് R/40. 3R പ്ലസ് R/40. ദെൻ G ഇൻറ്റു എന്താ കിട്ടും? M1 M/8
ഇൻറ്റു m2 എത്ര, ഈ ക്യാവിറ്റിയുടെ മാസ് എത്രയാണ്? 7m ഡിവൈഡഡ് ബൈ 8, m1 m2 ഡിവൈഡഡ് ബൈ 3r പ്ലസ് r ബൈ 14 ദ ഹോൾ സ്ക്വയർ. ഇത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ റൊട്ടേഷൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി. മുന്നത്തെ നെഗറ്റീവ് മാസ് കൺസെപ്റ്റ്, വെർച്വൽ മാസ് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി എന്ന് തന്നെയായിരിക്കും സെൻറ്റർ ഓഫ് മാസ് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇത് ചെയ്താൽ നിങ്ങൾക്ക് മുന്നേ കിട്ടിയ അതേ ആൻസർ തന്നെ കിട്ടും. ചെയ്ത് നോക്കാം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, നമ്മളിനി അടുത്തൊരു ടോപ്പിക്കാണ് എടുക്കുന്നത്. എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ ഓൾറെഡി വർക്ക് എനർജി പവറിൽ പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവണമെങ്കിൽ ഏത് ഫോഴ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ? കൺസർവേറ്റീവ് ഫോഴ്സിന് മാത്രം അല്ലേ? ഫ്രിക്ഷന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുമോ? ഇല്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ കറസ്പോണ്ടിങ് നമുക്ക് എന്തുണ്ടായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്? നമ്മളൊരു 1 കിലോഗ്രാം മാസിനെ ഇൻഫിനിറ്റിന്ന് ഒരു പോയിന്റ് വരെ എത്തിക്കാൻ, 1 കിലോഗ്രാം മാസിനെ ഇൻഫിനിറ്റിന്ന് ഒരു പോയിന്റ് വരെ എത്തിക്കാൻ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ നെഗറ്റീവാണ് അതിൻ്റെ എന്തായിട്ട് സ്റ്റോർ ചെയ്യുക? പൊട്ടൻഷ്യൽ അല്ലേ? പൊട്ടൻഷ്യൽ ഇസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു എ പെർട്ടിക്കുലർ പോയിന്റ് ആൻഡ് വിത്ത് ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ എന്നാണ് പറയുക. എന്നാൽ നമ്മളെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് എ മാസ് ഫ്രം ഇൻഫിനിറ്റി ടു എ പെർട്ടിക്കുലർ പോയിന്റ്. അതായത് യൂണിറ്റ് മാസിനെയല്ല, മാസിനെ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക്. അതല്ല എങ്കിൽ നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ കൺസർവേറ്റീവ് ഫോഴ്സിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എന്താ പറയുക? അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ അല്ലേ? അപ്പോൾ പെർ മാസ് ആകുമ്പോൾ എന്തായിരിക്കും? വീണ്ടും പൊട്ടൻഷ്യൽ ആയിരിക്കും. Okay, gravitation. The negative of work done by a conservative force is equal to change in potential energy between final and initial position. The potential energy difference. There's a negative of work done. Delta U. U ആണ് നമ്മൾ change in potential energy കൊണ്ട് potential energy U കൊണ്ട് represent ചെയ്യും. Then the potential energy U is equal to എന്തായിരിക്കും? Negative of work done. Negative of വർക്ക് ഡൺ. ഇൻഫിനിറ്റി മുതൽ ഒരു പോയിന്റ് വരെ എത്തിക്കാൻ നമ്മൾ ചെയ്ത് മാസിനെ ഇൻഫിനിറ്റി മുതൽ ഒരു പോയിന്റ് വരെ എത്തിക്കാൻ ചെയ്യുന്ന വർക്കാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയോ ഒരു പോയിന്റ് മുതൽ അടുത്ത പോയിന്റ് വരെ എത്തിക്കാൻ ചെയ്യുന്ന വർക്ക്. ദെൻ പൊട്ടൻഷ്യൽ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ എം. അപ്പോൾ ഒരു കിലോഗ്രാം മാസിനെ കൊണ്ടുവരാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ നമ്മൾ എന്താ പറയുക? പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ മാസ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമ്മൾ കിലോഗ്രാം മാസിനെ കൊണ്ടുവരാനാണെങ്കിൽ പൊട്ടൻഷ്യൽ ഇസ് എ 1 കിലോഗ്രാം മാസിനെ കൊണ്ടുവരാനുള്ള വർക്കാണ്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യലിനെ തിരിച്ച് പറയാം ഇൻറ്റു പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു ദെൻ പൊട്ടൻഷ്യൽ എനർജിനെ നമുക്ക് എന്താ പറയുക? ഇൻറ്റു വി ഇസ് ദ പൊട്ടൻഷ്യൽ ആൻഡ് m is the potential energy. അപ്പോൾ ഇവിടെ യൂണിറ്റ് എന്തായിരുന്നു? വർക്ക് ബൈ മാസ് ആയിരുന്നു. അപ്പോൾ എന്തായിരിക്കും? ജൂൾ പെർ കിലോഗ്രാം. പൊട്ടൻഷ്യൽ എനർജിയുടെ യൂണിറ്റ് എന്ത് തന്നെയാണ്? ജൂൾ തന്നെ ആയിരിക്കും. ആൻഡ് ദെൻ നെക്സ്റ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ? ഇൻഫിനിറ്റി എന്നല്ല, പകരം ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ എയിൽ നിന്ന് ബി വരെ എത്തിക്കാൻ ചെയ്യുന്ന വർക്ക്. അതായത് കിലോഗ്രാം മാസിനെ എയിൽ നിന്ന് ബി വരെ എത്തിക്കാൻ ചെയ്യുന്ന വർക്കാണ്. വർക്കിൻ്റെ ഡിഫറൻസിനെ നമ്മൾ എന്താ പറയുക? പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച്. പെർ മാസ് ആവുമ്പോൾ അതിനെന്ത് പറയും നമ്മൾ? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് മാസ് ഫ്രം എ പോയിന്റ് ടു അനദർ പോയിന്റ്. ഒരു പോയിന്റിൽ നിന്ന് 1 കിലോഗ്രാം മാസിനെ
എ എന്നുള്ള പോയിന്റ് മുതൽ ബി എന്ന് പോയിന്റിലോട്ട് എത്തിക്കാനുള്ള വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുക, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ എ ബി, എയിൽ നിന്ന് ബിയിലോട്ടാണെങ്കിൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ്. പൊട്ടൻഷ്യൽ ഫൈനൽ മൈനസ് പൊട്ടൻഷ്യൽ ഇനീഷ്യൽ എന്തായിരിക്കും, വി ബി മൈനസ് വി എ, വി ബി മൈനസ് വി എ. അതിന് നമുക്ക് എന്ത് പറയാം, എം ഇൻറ്റു വി ബി. എം മാസിനെയാണ് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുക. എം മാസിനെ ഇവിടെ മുതൽ ഇവിടെ വരെ മൂവ് ചെയ്യിപ്പിച്ചു. 1 കിലോഗ്രാമിനാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയും എം വി ബി മൈനസ് എം വി എ ഡിവൈഡഡ് ബൈ എം ചെയ്താൽ മതി. എന്താ എം വി ബി മൈനസ് എം വി എ, പൊട്ടൻഷ്യൽ എനർജി, ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ മാസ്, ദെൻ ഡെൽറ്റ യു ഡിവൈഡഡ് ബൈ എം. അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോഗ്രാം മാസിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റ് വരെ എത്തിക്കണം. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാലോ എം കിലോഗ്രാം മാസിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റ് വരെ എത്തിക്കണം. പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാലോ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ എം മാസുള്ള ബോഡിയെ മൂവ് ചെയ്യിക്കാൻ നമ്മൾ ചെയ്യുന്ന വർക്ക്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസോ പെർ 1 കിലോഗ്രാം, 1 കിലോഗ്രാം മാസിനെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ എത്തിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വർക്കിൻ്റെ നെഗറ്റീവ് ആയിരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി എത്രയാ, പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി നമ്മൾ എന്തായിട്ട് എടുക്കുക, 0. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ അറ്റ് നമുക്ക് ഇൻഫിനിറ്റി മുതൽ ഒരു പോയിന്റ് എ എന്നുള്ള പോയിന്റിൽ എത്തിക്കണം. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു ഫൈനൽ എത്ര, വി എ മൈനസ് വി ഇൻഫിനിറ്റി. വി ഇൻഫിനിറ്റി 0 തന്നെയല്ലേ, അതിൻ്റെ അല്ലേ വി. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റിനെ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വെച്ചിട്ട് എഴുതാം. ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ നമ്മൾ എന്തായിട്ട് എടുക്കുക, 0. ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ എന്താണ്, 0 ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ പൊട്ടൻഷ്യൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി 0 ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഇക്വേഷനാണ്, എന്താണ്, വർക്ക് ഇസ് എ നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു എ പെർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ അല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയെ നമുക്ക് എങ്ങനെയാണ് പറയുക, ഒരു പോയിന്റ് മാസിൻ്റെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി പഠിച്ചു അല്ലേ, പൊട്ടൻഷ്യൽ പഠിച്ചു. വി എന്താണ്, മൈനസ് ജി എം ഡിവൈഡഡ് ബൈ ആർ. അപ്പോൾ നമ്മൾ സ്മോൾ എം മാസിനെയാണ് കൊണ്ടുവരുന്നത് കഴിക്കുക. പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും, മൈനസ് ജി എം സ്മോൾ എം ഡിവൈഡഡ് ബൈ ആർ. കാരണം എന്താണ്, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാമിനെ കൊണ്ടുവരാനുള്ള വർക്ക് വി ആണെങ്കിൽ എം കിലോഗ്രാമിനെ കൊണ്ടുവരാനുള്ള വർക്ക് എന്തായിരിക്കും, എം ഇൻറ്റു വി ആയിരിക്കും അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കിനി സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, ഒരു പാർട്ടിക്കിൾസ് അല്ല ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്, പൊട്ടൻഷ്യൽ എനർജി വരുന്നത് എന്ന് നോക്കാം. 2 പാർട്ടിക്കിൾ സിസ്റ്റം, 2 പാർട്ടിക്കിൾ സിസ്റ്റം. ഓക്കെ, 2 മാസുണ്ട്, M1 M2 തമ്മിലുള്ള സെപ്പറേഷൻ R12. 2 മാസ് M1 M2 അവ തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണ്, R12. ഓക്കെ, അപ്പോൾ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ് അല്ലേ. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഫസ്റ്റ് പാർട്ടിക്കിൾ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി സെക്കൻഡ് പാർട്ടിക്കിൾ U1 പ്ലസ് U2. അപ്പോൾ ഫസ്റ്റ് U1 എത്രയാണെന്ന് കണ്ടുപിടിക്കാം. U1 ഒന്നാമത്തെ മാസിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. എവിടെ നിന്ന്, ഇൻഫിനിറ്റിയിൽ നിന്ന് M1നെ ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ M2 ഇവിടെ ഇല്ല, M2 അവിടെ ഇല്ല. M1നെ ഇവിടെ കൊണ്ടുവരാൻ നമ്മൾ ചെയ്യേണ്ട വർക്ക്, അവിടെ ഇനീഷ്യലി വേറെ ആരെങ്കിലും ഉണ്ടോ, അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടോ, ഇല്ല. അപ്പോൾ ഈ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൽ ഒന്നാമത്തെ ആളിനെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഇനീഷ്യലി അവിടെ പൊട്ടൻഷ്യൽ ഒന്നും ഇല്ല. അപ്പോൾ എന്തായിരിക്കും നമ്മളെ ഇക്വേഷൻ എന്താണ്, എം ഇൻറ്റു വി ആണ്. അവിടെ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ ഉണ്ടോ, ദെൻ M1 ഇൻറ്റു 0 ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ വീട്ടിൽ ആദ്യം ഒരാൾ കയറി വരികയാണ്, വീട്ടിൽ ആരും ഇല്ലെങ്കിൽ ആദ്യത്തെ ആൾ കയറി വരണമെങ്കിൽ ആരോടെങ്കിലും പെർമിഷൻ ചോദിക്കണോ, വേണ്ട, വെറുതെ കയറി വരാം അല്ലേ. എന്നതുപോലെ തന്നെ ഒന്നാമത്തെ പാർട്ടിക്കിളിനെ കൊണ്ടുവരാൻ നമുക്ക് വല്ല വർക്കും ചെയ്യണോ, ഇനീഷ്യലി അവിടെ വേറെ മാസമൊന്നുമില്ല, നമുക്ക് വേറെ പൊട്ടൻഷ്യൽ ഇല്ല. ഒന്നാമത്തെ ആളെ കൊണ്ടുവരണമെങ്കിൽ വർക്കിൻ്റെ ആവശ്യം ഇല്ല. എന്നാൽ രണ്ടാമത്തെ ആളെ കൊണ്ടുവരുമ്പോഴോ, രണ്ടാമത്തെ ആൾ വരുമ്പോൾ ഒന്നാമത്തെ ആൾ അവിടെ ഉണ്ട്,
അപ്പോൾ രണ്ടാമതൊരാൾ വരുമ്പോൾ എന്ത് ചെയ്യണം? പെർമിഷൻ ചോദിക്കണം അല്ലേ? അപ്പോൾ എന്തായിരിക്കണം? m2 ഇൻറ്റു വി. അപ്പോൾ വി ഡ്യൂ ടു ഫസ്റ്റ് ബോഡി ഡ്യൂ ടു ഇൻ സെക്കൻഡ്. അപ്പോൾ നമുക്ക് നോക്കാം. m2 ഇൻറ്റു ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാ? പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഒന്നാമത്തെ മാസ് കാരണം ഇവിടുത്തെ പൊട്ടൻഷ്യൽ മൈനസ് ജി m1 ഡിവൈഡഡ് ബൈ r12 അല്ലേ? മൈനസ് ജി എം ഡിവൈഡഡ് ബൈ ആർ അല്ലേ? എം എന്താണ്? ഒന്നാമത്തെ പാർട്ടിക്കിൾ കാരണമാണ്. അപ്പോൾ എന്തായിരിക്കും? m1 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ്? r12. അപ്പോൾ എത്ര കിട്ടും? മൈനസ് ജി m1 m2 ഡിവൈഡഡ് ബൈ r12. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി, നെറ്റ് പൊട്ടൻഷ്യൽ എനർജി എത്ര കിട്ടും മക്കളെ? എത്ര കിട്ടുക? u1 പ്ലസ് u2 ദെൻ u ഇസ് ഈക്വൽ ടു 0 പ്ലസ് മൈനസ് ജി m1 m2 ഡിവൈഡഡ് ബൈ r12 ഈക്വൽ ടു എത്ര കിട്ടും? മൈനസ് ജി m1 m2 ഡിവൈഡഡ് ബൈ r12. ക്ലിയർ അല്ലേ? ഇനി നമ്മളൊരു 3 പാർട്ടിക്കിൾ സിസ്റ്റം എടുത്തു. 3 പാർട്ടിക്കിൾ ഉണ്ടോ വിചാരിക്കുക. 3 പാർട്ടിക്കിൾ ഉണ്ടെങ്കിലോ അവ ഇരിക്കുന്നത് ഇങ്ങനെ. ഇറ്റ്സ് എ 3 പാർട്ടിക്കിൾ സിസ്റ്റം. m1 m2 here m3. 3 പാർട്ടിക്കിൾ ഉണ്ട്. m1 m2 ആൻഡ് m3. ഇപ്പോൾ നമ്മൾ m1 m2 തമ്മിലുള്ള ഡിസ്റ്റൻസ് r12 r23 ആൻഡ് r13. ഓക്കെ. അപ്പോൾ ഇവിടെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഒന്നാമത്തെ ബോഡിയെ കൊണ്ടുവരുമ്പോൾ ഒന്നാമത്തെ u1 പ്ലസ് u2 പ്ലസ് u3. ഒന്നാമത്തെ ബോഡി വരുമ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ല. അപ്പോൾ എന്തായിരിക്കും? ഒന്നാമത്തെ ബോഡി കൊണ്ടുവരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? 0. ഇനീഷ്യലി ദർ ഇസ് നോ പൊട്ടൻഷ്യൽ. ദെൻ m ഇൻറ്റു വി. വി അഗെയിൻ 0 ആണ്. ദെൻ m ഇൻറ്റു വി എന്തായിരിക്കും? 0. ആൻഡ് ദ u2 രണ്ടാമത്തെ ആൾ വരുമ്പോഴോ? രണ്ടാമത്തെ ആൾ വരുമ്പോൾ ഒന്നാമത്തെ ആൾ അവിടെ പ്രസൻ്റ് ആണ്. എന്തായിരിക്കും അപ്പോൾ? രണ്ടാമത്തെ ആൾ വരുമ്പോൾ എന്തായിരിക്കും? m2 ഇൻറ്റു v12 is equal to m2 ഇൻറ്റു മൈനസ് ജി m1 ഡിവൈഡഡ് ബൈ r12 മൈനസ് ജി m1 m2 ഡിവൈഡഡ് ബൈ r12. ഇനി മൂന്നാമത്തെ ആൾ വരുമ്പോൾ നോക്കിയേ, എന്താ കണ്ടീഷൻ? മൂന്നാമത്തെ ആൾ വരുമ്പോൾ ആദ്യത്തെ 2 ആളും അവിടെ ഉണ്ട്. അപ്പം ഇത് കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, ഇത് കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും അല്ലേ? m1 കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, m2 കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. അപ്പോൾ u3 എന്തായിരിക്കും? m3 ഇൻറ്റു v13 ഒന്നാമത്തെ കാരണം മൂന്നാമത്തേലും ഉണ്ടാവുന്നത് പ്ലസ് m3 ഇൻറ്റു v23 രണ്ടാമത്തെ മാസ് കാരണം m3. അതായത് നമ്മളെ വീട്ടിൽ 2 ആളുണ്ടെങ്കിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ 2 ആളുടെയും പെർമിഷൻ ചോദിക്കണം. 2 ആളുടെ അടുത്ത് പെർമിഷൻ ചോദിക്കണമെങ്കിൽ 2നും സെയിം പൊട്ടൻഷ്യൽ ആണെന്നൊന്നുമില്ല അല്ലേ? പെർമിഷൻ ചോദിക്കണം എങ്കിൽ ഓരോന്നിനും പൊട്ടൻഷ്യൽ കാരണം ഓരോന്നിനും എനർജി ഉണ്ടായിരിക്കും. നോക്കി നോക്കാം എന്തായിരിക്കും? m3 ഇൻറ്റു മൈനസ് ജി m1 ഡിവൈഡഡ് ബൈ r13 ഡിസ്റ്റൻസ് എത്രയാണ്? r13 പ്ലസ് m3 ഇൻറ്റു മൈനസ് ജി m2 ഡിവൈഡഡ് ബൈ r23. ഇനി നമുക്ക് നെറ്റ് കണ്ടുപിടിച്ചൂടെ? ഇനി നെറ്റ് കണ്ടുപിടിക്കാം. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് ജി ഒന്നാമത്തെ m1 m2 ഡിവൈഡഡ് ബൈ r12 മൈനസ് ജി m2 m1 m3 1 3 ജി m1 m3 ഡിവൈഡഡ് ബൈ r13 മൈനസ് എന്ത് കിട്ടും? ജി m2 m3 ഡിവൈഡഡ് ബൈ r23. ഓക്കെ. അപ്പോൾ എത്ര ടേംസ് ഉണ്ട് ഇതിൽ? 3 ടേംസ് ഉണ്ട് അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഈസി അല്ലേ? ഇന്ന് വേണമെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് ഒരു ഇക്വേഷൻ എഴുതാം. ദർ ആർ n പാർട്ടിക്കിൾ സിസ്റ്റം ഉണ്ട് വിചാരിക്കാം. ഒരുപാട് പാർട്ടിക്കിൾ സിസ്റ്റം ഉണ്ട് അല്ലേ? ജി ദെൻ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? ഒന്നാമത്തെ ആളെ കൊണ്ടുവരുമ്പോൾ 0, രണ്ടാമത്തെ ആളെ കൊണ്ടുവരുമ്പോഴോ മൈനസ് ജി m1 m2 ഡിവൈഡഡ് ബൈ r12 മൈനസ് ജി ഒന്നാമത്തെ ആളെ കൊണ്ടുവരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0, രണ്ടാമത്തെ ആളെ കൊണ്ടുവരുമ്പോൾ മൈനസ് ജി m1 m2 ഡിവൈഡഡ് ബൈ r12 മൂന്നാമത്തെ ആളെ കൊണ്ടുവരുമ്പോഴോ m1 m3 ഡിവൈഡഡ് ബൈ r13 മൈനസ് ജി m2 m3 ഡിവൈഡഡ് ബൈ r23 മൈനസ്
ഇനി നാലാമത്തെ ആളെ കൊണ്ടുവരികയാണെങ്കിലോ 1ഉം 2ഉം തമ്മിലുണ്ടാവും 1ഉം 4ഉം 2ഉം 4ഉം 3ഉം 4ഉം. അപ്പോൾ ഓരോന്നും നാലാമത്തെ പാർട്ടിക്കിളിനെ കൊണ്ടുവരുമ്പോൾ -GM1 ഒന്നാമത്തെ ആളോട് ചോദിക്കണം M1 M4 ഡിവൈഡഡ് ബൈ R14 മൈനസ് GM2 M2 M4 divided by R24 plus M3 M4 divided by R34. സിമ്പിൾ. അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 1 2 1 3 then 1 4. അങ്ങനെ എത്ര എണ്ണമാണെങ്കിൽ n പാർട്ടിക്കിൾസ് ഉണ്ട് എങ്കിൽ എന്തുവരെ വേണം? M1 M2 M1 M3 M1 M4 M1 M5 M1 അങ്ങനെ M1 Mn വരെ. എന്നിട്ടോ അടുത്തതോ 2 തുടങ്ങണതോ 2 1 ഒരിക്കലും വരില്ല. 1 ഓൾറെഡി കഴിഞ്ഞതാ. 2 3 2 4 മുന്നേ ഉള്ളത് മാത്രമേ ഉള്ളൂ. 2 3 2 4 2 5 2 6 3 വരുമ്പോഴോ 3 4 3 5 3 6. ഓക്കെ അല്ലേ? ഇപ്പം ജനറൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം? If there are n particle, G ഒക്കെ കോമൺ ആക്കി എടുക്കാം കേട്ടോ. -G കോമൺ ആക്കി എടുക്കാം. Then potential ഫോഴ്സ് അല്ലല്ലോ, potential energy equal to എന്ത് കിട്ടും? -G into M1 M2 divided by R12 plus M1 M3 divided by R13 plus M1 M4 divided by R14 up to M1 Mn divided by R1n plus ഇനി M2 തുടങ്ങുകയാണെങ്കിലോ M2 M3 divided by R23. 1ൻ്റെ ടേം ഉണ്ടാവുമോ? പിന്നെ അവിടെ 1ൻ്റെ ടേം ഉണ്ടാവില്ല. R21ഉം R12ഉം സെയിം ആണ്. R21ഉം R12 വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല. പ്ലസ് M2 M4 divided by R24 up to M2 Mn divided by R2n. അങ്ങനെ പോവുകയാണെങ്കിൽ എവിടെ വരെ ഉണ്ടാവും? ലാസ്റ്റ് എവിടെ വരെ ഉണ്ടാവും? M3 M4 M3 M5 M3 M6 M4 M5 M4 M6 M5 M6 ഉണ്ടാവുള്ളൂ. മുന്നത്തൊന്നും ഉണ്ടാവില്ല. സിമിലർലി Mn-1 Mn divided by Rn-1 Rn-1 n അതുവരെ ഉണ്ടായിരിക്കും. n-1 to n വരെ ഉണ്ടായിരിക്കും. ഇതാണ് നമ്മളെ ജനറൽ ആയിട്ട് വരിക. നമുക്ക് 3 പാർട്ടിക്കിൾ വരെ അറിഞ്ഞിരിക്കണം. എന്താണ്? ഒന്നാമത്തെ ആളെ കൊണ്ടുവരുമ്പോൾ വർക്കൊന്നും ചെയ്യില്ല. രണ്ടാമത്തെ ആളെ കൊണ്ടുവരുമ്പോൾ ഒന്നാമത്തെ ആളോട് പെർമിഷൻ ചോദിക്കണം. മൂന്നാമത്തെ ആളെ കൊണ്ടുവരുമ്പോഴോ ഒന്നാമത്തെ ആളോടും ചോദിക്കണം. രണ്ടാമത്തെ ആൾ കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യലും ഉണ്ടായിരിക്കും അവിടെ. ഓക്കെ അല്ലേ? അപ്പോൾ ഒരിക്കലും നമ്മൾ എന്തെടുക്കുന്നത്? M1 M2 M3 M1 M3 M1 M4 ഇതെല്ലാം അതുപോലെ തന്നെ 1ൻ്റെ ടേം ഒക്കെ കഴിഞ്ഞു. M2 തുടങ്ങുമ്പോഴോ 2 1 ഉണ്ടാവുമോ? ഇല്ല. 2 3 2 4 2 5 3 തുടങ്ങുമ്പോഴോ 3 4 3 5 3 6 അങ്ങനെ അങ്ങോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിലോട്ട് വരില്ല. ഓക്കെ അല്ലേ? ദെൻ സെൽഫ് എനർജി ഓഫ് ബോഡീസ്. ഇതുവരെ നമ്മൾ ഒരു പാർട്ടിക്കിളിനെ കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുക എന്നാണ് നോക്കി. ഒരു ബോഡിയിൽ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് കൺസെപ്റ്റ് എടുത്താലും പൊട്ടൻഷ്യൽ എനർജി നോക്കി. ഇനി നമ്മൾ ഈ പേന ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് പാർട്ടിക്കിൾസ്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഒക്കെ പഠിച്ചു അല്ലേ? n പാർട്ടിക്കിൾ സിസ്റ്റമാണിത്. അപ്പോൾ ഓരോ പാർട്ടിക്കിളിനെയും കൊണ്ടുവന്ന് വെച്ച് അത് അസംബ്ലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന വർക്ക് അതിൻ്റെ എന്തായിട്ട് സ്റ്റോർ ചെയ്യും? അതിൻ്റെ സെൽഫ് എനർജി, അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അതിന് നമ്മൾ എന്ത് പറയും? അതിൻ്റെ സെൽഫ് എനർജി. ഒരു ബോഡി അതിൻ്റെ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് അസംബിൾ ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ ബോഡി ആവുമ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക് അതിൻ്റെ നെഗറ്റീവ്, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഓൾവേസ് നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ, ഈസ് നോൺ ആസ് സെൽഫ് എനർജി. വേറൊരു രീതിയിലും കൂടി അതിനെ പറയാം. അതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുണ്ടാവുന്ന പാർട്ടിക്കിൾസ് കാരണം ഉണ്ടാവുന്ന അവയുടെ പാർട്ടിക്കിൾസ്, അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന കുറേ പാർട്ടിക്കിൾസ് കാരണം ഉണ്ടാവുന്ന എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽഫ് എനർജി.
വേറെ രീതിയിലും പറയാം, ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്ന ഒരു ബോഡിയെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എല്ലാം ഇൻഫിനിറ്റിയിൽ ഓരോ പാർട്ടികളും ഇൻഡിവിജ്വൽ ആക്കാൻ നമ്മൾ എത്ര എനർജി അങ്ങോട്ട് കൊടുക്കണം, അതിനെ സെൽഫ് എനർജി. ഇത് ഉണ്ടാക്കാൻ എത്ര വർക്ക് ചെയ്തിട്ടാണോ അത് ഉള്ളിലോട്ട് കൊണ്ടുവന്ന് അത്രയും വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പൊട്ടിച്ച് വേറെ ആക്കാനും പറ്റും. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, സെൽഫ് എനർജി ഓഫ് ബോഡീസ്. The energy possessed by a body due to interaction of the particle inside the body. ഒരു ബോഡിയുടെ ഉള്ളിലുണ്ടാവുന്ന പാർട്ടിക്കിളിൻ്റെ ഇൻറ്ററാക്ഷൻ കാരണം. അതല്ല എങ്കിൽ നമുക്ക് പറയാം it is the negative of work done by the gravitational forces and assembling the body from infinity to the corresponding configuration to make the desired body. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മളതൊരു ഒരു സിംഗിൾ പാർട്ടിക്കിൾ ആണെങ്കിൽ, ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ ഇൻഫിനിറ്റിയിൽ കൊണ്ടിട്ട് ഒരു കുഞ്ഞൊരു പാർട്ടിക്കിളിനെ ഇവിടെ കൊണ്ടു വയ്ക്കണമെങ്കിൽ വർക്ക് ചെയ്യണോ? വേണ്ട. അപ്പോൾ ഒരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ സെൽഫ് എനർജി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഒരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ സെൽഫ് എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. എന്നാൽ ഒരു ഹോളോസ്ഫിയറിൻ്റെ -12 gm² ഡിവൈഡഡ് ബൈ r ആണ്. അതൊന്നും അറിഞ്ഞിരിക്കണം, ഡെറിവേഷൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ് എടുക്കാത്തത് കേട്ടോ. -gm² ഡിവൈഡഡ് ബൈ 2r, -gm² ഡിവൈഡ് അല്ലെങ്കിൽ -12 gm² ഡിവൈഡഡ് ബൈ r. അതൊരു സോളിഡ് സ്ഫിയർ ആണെങ്കിലോ, സോളിഡ് സ്ഫിയറിൻ്റെ സെൽഫ് എനർജി എത്രയാണ്? ഇത് -3/5 gm² ബൈ r, -3/5 gm² ബൈ r. വീണ്ടും നിങ്ങൾക്ക് ഇൻ്റഗ്രേഷൻ ആണ്, അതുകൊണ്ടാണ് അത് നമുക്ക് കുറച്ചും കൂടി ലെവൽ എത്തുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ എക്സസൈസ് ആയിട്ട് അല്ലെങ്കിൽ അഡീഷണൽ ക്ലാസ്സുകളിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. സെൽഫ് എനർജിയിൽ നിങ്ങൾക്ക് എത്ര അറിഞ്ഞാൽ മതി, വാല്യൂ അറിഞ്ഞിരിക്കുക. ഒരു പോയിന്റ് പാർട്ടിക്കിളിൻ്റെ സെൽഫ് എനർജി എത്രയാണ്? 0 ആണ്. ഒരു ഹോളോസ്ഫിയറിൻ്റെ സെൽഫ് എനർജി എത്രയാണ്? ഓരോ പാർട്ടിക്കിൾസ് വന്ന് ഒരു ഹോളോസ്ഫിയർ ആയിട്ട് അസംബിൾ ചെയ്യുന്ന സമയത്ത് അതിൽ ചെയ്യുന്ന നെഗറ്റീവ് ഓഫ് വർക്ക് ആണ് അതിൻ്റെ. അപ്പോൾ എത്രയായിരിക്കും? -12 gm² ബൈ r. അതൊരു സോളിഡ് സ്ഫിയർ ആണെങ്കിലോ, ഒരുപാട് ഷെല്ലുകൾ കൂടിയിട്ടാണ് ഒരു സോളിഡ് സ്ഫിയർ ഉണ്ടാക്കുക അല്ലേ. -3/5 gm² ബൈ r. ഓക്കെ, നമ്മൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. സെൽഫ് എനർജി വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. കൺസിഡറിങ് എർത്ത് ആസ് എ യൂണിഫോം സോളിഡ് സ്ഫിയർ. എർത്തിനെ നമ്മളൊരു സ്ഫിയർ ആയിട്ട്, ശരിക്കും എർത്തിൻ്റെ ഷേപ്പ് സ്ഫിയർ ആണോ? അല്ല, ജിയോയിഡൽ ഷേപ്പാണ് അല്ലേ. പക്ഷെ നമ്മളിവിടെ എടുക്കുമ്പോൾ എല്ലാം എന്തെങ്കിലും എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? സോളിഡ് സ്ഫിയർ ആയിട്ട് എടുക്കാൻ പറ്റും. സോളിഡ് സ്ഫിയർ ഓഫ് റേഡിയസ് 6400 കിലോമീറ്റർ ആൻഡ് മാസ് 5.98 × 10⁻24 കിലോഗ്രാം. കാൽക്കുലേറ്റ് minimum energy required to separate all particles of earth to infinite distance of separation. അതിലെ ഓരോ പാർട്ടിക്കിളിനെയും നമ്മൾ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലോട്ട് എത്തിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് എത്രയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതായിരിക്കും യു ഫൈനൽ മൈനസ് യു ഇനിഷ്യൽ. ഫൈനൽ എത്ര? എല്ലാം ഇൻഫിനിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ഫൈനൽ എന്തായിരിക്കും? 0. ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ എനർജി 0 മൈനസ് 3/5 gm² ഡിവൈഡഡ് ബൈ r. അപ്പോൾ എത്ര കിട്ടും? 3/5 gm² ഡിവൈഡഡ് ബൈ r. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3/5 ജിയുടെ വാല്യൂ എത്രയാ? 6.67 × 10⁻11 ഇൻറ്റു m². മാസ് തന്നിട്ടുണ്ട് 5.98 × 10⁻24 the whole square divided by r. Radius is equal to 6.4 × 10⁻6. Substitute ചെയ്യാം. The value is 2.36 × 10⁻32. അത്രയും എനർജി കൊടുക്കണം. അപ്പോൾ അതായത് നമ്മൾ എർത്തിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനെ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾ ഇൻഫിനിറ്റ് പാർട്ടിക്കിൾസ് ആക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. സർ ഇറ്റ് മേ നീഡ് ഹൈ എനർജി, വെരി ഹൈ എനർജി. 10⁻32 ഓർഡറിലുള്ള എനർജി കൊടുത്താൽ മാത്രമേ എർത്തിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്രയാണ്? 2.36 × 10⁻32. ജസ്റ്റ് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ചെയ്ത കാൽക്കുലേഷൻ അങ്ങനെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത്. ജസ്റ്റ് കാൽക്കുലേഷൻ നിങ്ങൾ ഒരിക്കൽ കൂടി ചെയ്ത് നോക്കണം. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ദെൻ ദ ടോപ്പിക് ആക്സിലറേഷൻ ഡ്യൂ ടു
ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്താ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ? നമ്മളത് ചെറിയ ക്ലാസ് മുതലേ കേട്ടതാണല്ലേ. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? സ്മോൾ ജി കൊണ്ട്. ക്യാപിറ്റൽ ജി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് ആണ്. അത് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, വേറെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യില്ല. ഇറ്റ്സ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. ഷേപ്പിനെ, സൈസിനെ, മീഡിയത്തിനെ, പാർട്ടിക്കിളിനെ, നേച്ചറിനെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യില്ല. അതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിന് ഡയമെൻഷൻ ഉള്ള കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ്സ് എ ഡയമെൻഷണൽ കോൺസ്റ്റൻ്റ് ആണ്. യൂണിറ്റും ഉണ്ട്, ഡയമെൻഷൻ ഉള്ള ഒരു കോൺസ്റ്റൻ്റ് ആണ് ക്യാപിറ്റൽ ജി. എന്നാൽ സ്മോൾ ജി അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എർത്താണ്, നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ ഒരു ബോഡി, ഏതെങ്കിലും രണ്ട് ബോഡി നമ്മൾ എപ്പോഴും അട്രാക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ആ അട്രാക്ട് ചെയ്യുന്നതിൽ ഒരു ബോഡി നമ്മളുടെ എർത്താണെങ്കിൽ എർത്ത് എല്ലാ ബോഡികളെയും അതിൻ്റെ സെൻറ്ററിലോട്ട് അട്രാക്ട് ചെയ്യും. അതിന് പറയുന്ന പേരാണ് ഗ്രാവിറ്റി. ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എനി വൺ ഓഫ് ദ ബോഡി ഈസ് എർത്ത്. ഏതെങ്കിലും ഒരു ബോഡി എർത്ത് ആണെങ്കിൽ നമ്മൾ അതിനെ എന്താ പറയുക? ഗ്രാവിറ്റി. അപ്പോൾ എർത്ത് എല്ലാ ബോഡിയും അതിൻ്റെ സെൻറ്ററിലോട്ട് അട്രാക്ട് ചെയ്യും അല്ലേ. അപ്പോൾ അത് കാരണം അതിനൊരു ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്താ പറയുക? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മൾ ഇതുവരെ ചെയ്യുമ്പോൾ, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ചെയ്യുമ്പോൾ ജിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. പക്ഷേ ഇന്ന് നമ്മൾ അതിന് കുറച്ചും കൂടി ഒരു വേരിയേഷൻ വരുത്തുകയാണ്. ജിയുടെ വാല്യൂ നോട്ട് അറ്റ് ഓൾ എ കോൺസ്റ്റൻറ്റ്. അതെപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് അല്ല. ഇനി നമ്മളിവിടെ കാണാൻ പോകുന്നത് ജിയുടെ വാല്യൂ എങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എർത്ത്. എർത്ത് നമ്മൾ എപ്പോഴും എടുക്കുന്നത് എന്താണ്? ജിയോഡൽ ഷേപ്പിന് പകരം ഒരു സോളിഡ് സ്ഫിയർ ആണെന്ന് എടുക്കുക കേട്ടോ. എർത്തിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. എർത്തിൻ്റെ റേഡിയസ് എത്രയാണ്? ക്യാപിറ്റൽ ആർ. ദെൻ അതിൻ്റെ സർഫസിൽ ഒരു ബോഡി ഉണ്ട്, മാസ് എം. എർത്തിൻ്റെ മാസ് ഞാൻ ക്യാപിറ്റൽ എം എന്ന് കൊടുത്തു. അപ്പോൾ ആ മാസിനെ എർത്ത് എന്ത് ചെയ്യും? നമ്മളെല്ലാവരെയും എന്ത് ചെയ്യും? എർത്ത് അതിൻ്റെ സെൻറ്ററിലോട്ട് അട്രാക്ട് ചെയ്യും. Then the force F is equal to G m small m divided by r square is equal to എത്ര കിട്ടും? m into a. Here acceleration due to gravity ആണ് g. Then acceleration എന്ന് പറയുന്നത് g ആയിട്ട് എടുക്കും, mg. Then small mg കേട്ടോ, മാസിൻ്റെ അല്ലേ, മാസിലല്ലേ, m into g. m കട്ട് ചെയ്ത് പോയി. Then g acceleration due to gravity, g is equal to gm divided by r square. gm divided by r square. ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 6400 കിലോമീറ്റർ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്ത അതേ വാല്യൂ തന്നെയാണ് കേട്ടോ. 5.98 എടുക്കാറില്ല, 6 × 10⁻24 ആണ് മാസം എടുക്കാറില്ല കേട്ടോ, അപ്രോക്സിമേറ്റ് ചെയ്തിട്ട്. ജിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 9.8006 എന്നാണ്. 9.8 m/s². നമ്മളിതിന് ചിലപ്പോൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് എഴുതും? 10 m/s². അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ, എർത്തിൻ്റെ ന്യാട്ട് സർഫസിൽ ജിയുടെ വാല്യൂ ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്. വാല്യൂ എത്രയാണ്? gm divided by r square. gm divided by r square. ഇത് എർത്തിൻ്റെയാണ് കേട്ടോ. മൂന്നിന് മാസ് ഉണ്ട്. മൂന്നിൻ്റെ സർഫസിലുള്ള ഒരു ബോഡിയെ മൂന്നും അട്രാക്ട് ചെയ്യും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, മൂണിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ജി മൂൺ. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും വേണ്ടി വരും എർത്തിൻ്റെ ഡിവൈഡഡ് ബൈ 6. 1/6 ഓഫ് എർത്തിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ 1/6 മാത്രമേ ഉള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ആവശ്യം വരും. അപ്പോൾ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയും. എർത്തിൻ്റെക്കാൾ 1/6 ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? കുറവാണ് മൂണിന്. എത്രയാണ്? 1/6 ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്താണ്. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡൗട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് എർത്ത് towards a spherical body of radius 1 meter and density same as that of earth, and which is on the surface of the earth. എർത്തിൻ്റെ സർഫസിൽ 1 meter ഡയമീറ്റർ ഉള്ള ഒരു ബോഡി ഇരിക്കുന്നുണ്ട്. അതിന് ഡെൻസിറ്റി എർത്തിൻ്റെ സെയിം ഡെൻസിറ്റിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആക്സിലറേഷൻ ഓഫ് ബോഡി അല്ല കണ്ടുപിടിക്കാൻ പറ്റുള്ളത്, ആക്സിലറേഷൻ ഓഫ് എർത്ത് ടുവേർഡ്സ് ദ സ്ഫെറിക്കൽ ബോഡി എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാം, എന്താണ് അറിയാവുന്നത്? അവ തമ്മിലുള്ള force gm divided by r square. സെൻറ്ററോടുള്ള ഡിസ്റ്റൻസ് എന്താണ്? gmm divided by സർഫസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നും എടുക്കേണ്ട, gmm divided by r square is equal to
മാസ് ഓഫ് എർത്ത് എം ഇൻറ്റു എ. ആക്സിലറേഷൻ ഓഫ് ദ എർത്ത് ആണ് കിട്ടേണ്ടത്. ദെൻ നമുക്കറിയാം ജി എം എം ബൈ ആർ സ്ക്വയർ എത്രയാണ്? സ്മോൾ ജിയുടെ വാല്യൂ നമുക്കറിയാം, എം ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു എ. ആക്സിലറേഷൻ ആണ് കിട്ടേണ്ടത്. ദെൻ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു സ്മോൾ എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാസ് എന്താ? ഡെൻസിറ്റി ഇൻറ്റു വോള്യൂം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൻസിറ്റി സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വോള്യൂം എത്രയാണ്? 4/3 പൈ ഇൻറ്റു റേഡിയസ് 1 മീറ്റർ ആണ്. ദെൻ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു 4/3 പൈ ഇൻറ്റു അതിൻ്റെ റേഡിയസ് എത്രയാണ്? 6400 കിലോമീറ്റർ. ദെൻ 6.4 ഇൻറ്റു 10⁶. 6400 കിലോമീറ്റർ ആണ്. അതിന് നമ്മൾ പറയുക 6.4 ഇൻറ്റു 10⁶ ഹോൾ ക്യൂബ്. 4/3 പൈ 4/3 പൈ കട്ട് ചെയ്ത് പോയി. റോ കട്ട് ചെയ്ത് പോയി. ദെൻ എന്നിട്ടും ജിയുടെ വാല്യൂ എത്രയാണ്? 9.8 ഡിവൈഡഡ് ബൈ 6.4 ഇൻറ്റു 10⁶ ഹോൾ ക്യൂബ് as nearly equal to 10⁻⁻20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് വരിക. എന്ന് പറഞ്ഞാൽ വളരെ 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 കുറച്ച്. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ സെയിം ഡെൻസിറ്റി ഉള്ള ഒരു സ്ഫിയർ ഇരുന്നാലും ഡയമീറ്റർ റേഡിയസ് 1 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ അട്രാക്ഷൻ അല്ലെങ്കിൽ എർത്ത് ആ ബോഡി അടുത്തോട്ട് നീങ്ങുന്നത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇസ് നെഗ്ലിജിബിളി സ്മോൾ. ഓക്കെ അല്ലേ? എർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതായിരിക്കും വളരെ 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 ചെറുതായിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The acceleration due to gravity on a planet is 1/4 of that of Earth and the radius of Earth is 20 times that of the planet. ഒരു പ്ലാനറ്റിൻ്റെ acceleration due to gravity, G planet is equal to 1/4 of Earthൻ്റെ 1/4 ആണ്. And the radius of the Earth is equal to 20 times radius of the planet. What is the density ratio of the planet to that of Earth? പ്ലാനറ്റിൽ നിന്ന് എർത്തിലോട്ട് ഇത് എത്രയാണ്? ഡെൻസിറ്റി റേഷ്യോ ആണ് പോസിറ്റീവ്. ഓക്കെ അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ജി പി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു മാസ് ഓഫ് പ്ലാനറ്റ് ജി എം ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു G into mass of earth divided by radius of the whole square. Substitute ചെയ്യാം. G ഒക്കെ കട്ട് ചെയ്ത് പോയി. തേർഡും മാസ് ഓഫ് പ്ലാനറ്റിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം കേട്ടോ. മാസ് എത്രയാണ്? വോള്യൂം ഇൻറ്റു ഡെൻസിറ്റി 4/3 പൈ ഇൻറ്റു RP ക്യൂബ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ പ്ലാനറ്റ് ഡിവൈഡഡ് ബൈ RP സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/4 4/3 pi into radius of the earth the whole cube into density of earth divided by radius of the earth. വേണമെങ്കിൽ radius of the അങ്ങനത്തെ എഴുതാം. അപ്പോൾ radius of the earth whole square 4/3 കട്ട് ചെയ്ത് പോയി. ഇവിടെയും കട്ട് ചെയ്ത് പോയി. ഒരു RP മാത്രമേ ഉണ്ടാവുള്ളൂ. ഹിയർ ആൾസോ കട്ട് ചെയ്ത് പോയി. ഇവിടെ RE മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? RP is equal to RP into rho P is equal to rho E into RE divided by 4. ഇനി നമുക്ക് അറിയാവുന്നൊരു കേസ് ഉണ്ട്. RE is equal to 20 RP അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. rho E into RE എത്രയാണ്? 20 RP divided by 4. കട്ട് ചെയ്ത് കളഞ്ഞാൽ കിട്ടും 5 RPയും കട്ട് ചെയ്ത്. then rho E divided by rho P divided by rho E എത്ര കിട്ടും നോക്കിയേ? rho P divided by rho E is equal to 5. RP കട്ട് ചെയ്ത് പോയി. 5 ആയി. 20 4 കട്ട് ചെയ്ത് 5 ആയി. then rho P divided by rho E is equal to 5. ഡെൻസിറ്റി റേഷ്യോ എത്ര കിട്ടും? 5. അപ്പോൾ നമ്മൾ പറഞ്ഞു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്തിൻ്റെ സർഫസിൽ അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്നാൽ എന്ത് ചെയ്യും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് അത് വേരി ചെയ്യും. എങ്ങനെയൊക്കെയാണ് വേരി ചെയ്യുക എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.